മാസപ്പടി കേസിൽ അടുത്ത നിർണായക ട്വിസ്റ്റ് എന്തൊക്കെയാണ്? ED എത്തി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്. കൗൺസിലർ ആർ സുഗതനെതിരായ പോലീസ് അതിക്രമത്തിൽ വിമർശനവുമായി മുൻ DGP ആർ ശ്രീലേഖ. CI വിപിന്റേത് ചീപ്പ് ഹീറോയിസം. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ജനപ്രതിനിധിയാണ് സുഗതനെന്നും ശ്രീലേഖ പ്രതികരിച്ചു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തലസ്ഥാനത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്യാം, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ്, അതും ഉന്നത പദവിയിലിരുന്ന ഒരാൾ കൂടിയാണ് ഈ ആർ ശ്രീലേഖ എന്ന് പറഞ്ഞപ്പോൾ ശ്രീലേഖയെ കൃത്യമായി അറിയാം എന്ത് പോലീസ് നടപടി ഏതിടങ്ങളിൽ സ്വീകരിക്കണമെന്ന്. അപ്പോൾ ശ്രീലേഖ ഈ വിപിനെതിരെ അതിരൂക്ഷമായൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് കാര്യകാരണങ്ങൾ ഉണ്ടാകുമല്ലോ. ചീപ്പ് ഹീറോയിസമാണ് നടന്നത് എന്നാണ് ആർ ശ്രീലേഖ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നത്? ശ്യാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകുണം ഡിവിഷൻ കൗൺസിലർ കൂടിയായ ആർ സുഗതനെതിരായ പോലീസ് നടപടിയിൽ നിശ്ചിതമായ വിമർശനമാണ് മുൻ DGPയും ഒപ്പം തന്നെ നിലവിലെ BJP കൗൺസിലറുമായ ആർ ശ്രീലേഖ ഇത്തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ കൂടി നടത്തിയിരിക്കുന്നത്. അതായത് CI വിപിന്റെ ചീപ്പ് ഹീറോയിസമാണ് അന്ന് നടന്നത്. CPM നടത്തിയ തിരക്കഥയ്ക്കനുസരിച്ചു സംവിധാനം ചെയ്ത ഒരു നാടകം തന്നെയായിരുന്നു അത്. ഒപ്പം തന്നെ നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ, അതായത് ആകാശത്തേക്ക് വെടിയുതിർത്ത ഈ ഉദ്യോഗസ്ഥന്റെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രധാനമായ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസുകാരൻ തന്നെയാണെന്നുമാണ് ശ്രീലേഖ സാമൂഹിക മാധ്യമത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിപിന്റെ ഇത്തരത്തിലുള്ള സാഹസിക കാര്യങ്ങൾ ചിലർക്കെല്ലാം തന്നെ പ്രശംസനീയമായ കാര്യങ്ങളിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രിയെ കുത്തിക്കൊണ്ട് തന്നെ ശ്രീലേഖ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായും ഈ പോലീസിനെ അഭിനന്ദിച്ച ആഭ്യന്തരമന്ത്രി പ്രധാനമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ അങ്ങനെ ഒരു പ്രശംസ വന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നുമായിരുന്നു ശ്രീലേഖ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തായാലും മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ചില മാനങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായും അവർ ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടാകുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നും ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ജനപ്രതിനിധി എന്ന നിലയിൽ ആർ സുഗതനെതിരെ പോലീസ് നടത്തിയത് ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണെന്നാണ് ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ആ ശ്രീലേഖ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പോലീസിന്റെ ഈ ഒരു നടപടിയെ വിമർശിക്കുന്നത്. പോലീസ് കൃത്യമായ രാഷ്ട്രീയം പയറ്റിയെന്നാണ്. പ്രത്യേകിച്ച് CI വിപിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. പല തവണ ഇത്തരത്തിൽ വിവാദത്തിൽ ഇടം പിടിച്ച ഒരു നായകൻ കൂടിയാണ് CI വിപിൻ. അപ്പോൾ CI വിപിന്റെ ഈ മുകളിലേക്കുള്ള വെടിവയ്പ് അത് ചീപ്പ് ഹീറോയിസം എന്ന് തന്നെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ മുൻ DGP ആർ ശ്രീലേഖ വ്യക്തമാക്കുന്നത്.